എനിക്കത് ചെയ്യാൻ കഴിയുമോ? എനിക്കത് ചെയ്യാൻ കഴിയില്ല. എനിക്കത് ചെയ്യേണ്ടി വന്നു. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് അല്ലേ? ഈ ഫ്രേസസ് ഒക്കെ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ചേഞ്ച് ചെയ്യുക, ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇങ്ങനത്തെ സെൻറ്റൻസസ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നതിലൂടെ നമുക്ക് മലയാളം സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇംഗ്ലീഷ് ആഡ് ചെയ്ത് സംസാരിക്കാൻ പറ്റും. അത് നമുക്കൊരു പ്രാക്ടീസും ആവും. സോ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ച് കംപ്ലീറ്റ്ലി ഇരുന്ന് കാണാം. എനിക്കത് ചെയ്യാൻ കഴിയുമോ? കഴിയുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ക്യാൻ അല്ല ഇവിടെ യൂസ് ചെയ്ത്. എനിക്ക് കഴിയും, എനിക്കൊരു കാര്യം കഴിയും എന്നുള്ളതിന് ഐ ക്യാൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐ ക്യാൻ എന്നുള്ളത് നേരെ തിരിച്ചിടും, ക്യാൻ ഐ എന്നാവും. അത് ക്യാൻ ഐ. എനിക്കത് ചെയ്യാൻ കഴിയുമോ എന്നാ. ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡു ആണെന്ന് നമുക്കറിയാം അല്ലേ? അതെന്നുള്ളതിന് നമ്മൾ ദാറ്റ്. ഇതാണെങ്കിൽ ദിസ് വരും, ദിസ് അല്ലെങ്കിൽ ഇറ്റ് ആവും. അതാണെങ്കിൽ ദാറ്റ് ആണ്. സോ എനിക്കത് ചെയ്യാൻ കഴിയുമോ? ക്യാൻ ഐ ഡു ദാറ്റ്? ക്യാൻ ഐ ഡു ദാറ്റ്? എനിക്കത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എനിക്ക് കഴിയും എന്നുള്ളതിന് ഐ ക്യാൻ ആണല്ലേ പറഞ്ഞത്. എനിക്ക് കഴിയും, ഐ ക്യാൻ. അതാണ് നേരത്തെ നമ്മൾ ക്യാൻ ഐ ആയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ നേരെ തിരിച്ചിട്ടത്. എനിക്ക് കഴിയില്ല എന്നുള്ളത് അപ്പം എന്തായിരിക്കും? ഐ ക്യാൻ നോട്ട് അല്ലെങ്കിൽ ഐ കാൺട്ട് എന്ന് പറയും. ഐ ക്യാൻ നോട്ട്. ഐ ക്യാൻ നോട്ട് അത് ചെയ്യാൻ. ഐ ക്യാൻ നോട്ട് ഡു ദാറ്റ്. ഐ ക്യാൻ നോട്ട് ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ കഴിയില്ല. എനിക്കത് ചെയ്യേണ്ടി വന്നു. നമ്മളൊരു കാര്യം എനിക്കത് ചെയ്യേണ്ടി വന്നു, എൻ്റെ കഷ്ടകാലം കൊണ്ട് ഞാൻ ചെയ്തതാണെന്നൊക്കെ പറയൂലേ. ചെയ്യേണ്ടി വന്നത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്, നമ്മൾ ചെയ്യേണ്ടി വന്നു, അതുകൊണ്ടാണ് അത് ചെയ്തത്. എനിക്കത് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഇംഗ്ലീഷിൽ ഐ ഹാഡ് ടു ഡു ദാറ്റ് എന്നാണ് പറയാം. ഐ ഹാഡ് ടു ഡു ദാറ്റ്. എനിക്കത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്താണെന്ന് പറയാം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞു ഓൾറെഡി യൂസ്ഫുൾ ആയിരിക്കും. യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് കുഞ്ഞു കുഞ്ഞു ഫ്രേസസിലൂടെയും സെൻറ്റൻസ് ഒക്കെ മേക്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മിത്രയുടെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കോഴ്സിൽ ജോയിൻ ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. താങ്ക് യു. English Mitra. Stop worrying, start learning.